വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ആകെ മൊത്തം പരിവർത്തനത്തിൻ്റെ കാലമാണല്ലോ. പരിവർത്തനത്തിൻ്റെ സൂര്യൻ ഹൈറേഞ്ചിൽ കത്തിജ്വലിച്ചു നിൽക്കുകയുമാണ്. എതിരാളികളുടെ കൂരമ്പുകൾക്ക് മുന്നിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ഇടുക്കിയുടെ ജനനായകൻ, വിപ്ലവ പോരാട്ടത്തിന്റെ കനൽച്ചൂളയിൽ ഊരിക്കത്തിയ ഇടുക്കിയുടെ ജനനായകൻ സഖാവ് മണിയാസാൻ ഇതാ ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. മണിയാസാനെ ഞങ്ങൾ ഏറ്റവും ആവേശപൂർവ്വം ഏറ്റവും ഊഷ്മളമായി ഇടുക്കി ജില്ലാ ആസ്ഥാന പട്ടണമായ ചെറുതോണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മന്ത്രിസ്ഥാനവും അധികാരത്തിൻ്റെ ശീതളഛായയുമൊന്നും കാരിരുമ്പിൻ്റെ കരുത്തുള്ള ഈ വിപ്ലവ കേസരിയെ തണുപ്പിച്ചിട്ടില്ല കേട്ടോ. അനീതി കണ്ടാൽ ആശാന്റെ നഖങ്ങൾ നീണ്ടുവരും. നവംബർ 8-ാം തീയതി രാത്രി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിക്ക് തോന്നുകയാണ് നോട്ട് ക്യാൻസൽ ആക്കണമെന്ന്. എങ്ങും ഒരു ചർച്ചയില്ല. പുള്ളി കുടുംബസ്വത്ത് പോലെ, ഏതാ പിതാവ് കണ്ട സ്വത്ത് പോലെ ആണ് ഒറ്റ ഉത്തരവ്. 86% നോട്ടും ക്യാൻസൽ, 14% നോട്ടും കൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. 100 രൂപയുടെ, 50 രൂപയുടെ, 20 രൂപയുടെ, 10 രൂപയുടെ, പിന്നെ 5 രൂപയുടെ നോട്ട്, അല്ല ചില്ലറ, 1 രൂപയുടെ, 2 രൂപ, ഇതും കൊണ്ട് ജീവിച്ചു. ആരെങ്കിലും ജീവിച്ച കാര്യമല്ല പറയുന്നത്, സ്വന്തം ജീവിതാനുഭവമാണിത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ അന്തം വിട്ടുപോയി. പ്രഖ്യാപനം വരുമ്പോൾ നിയമസഭ അവിടെ MLA ക്വാർട്ടേഴ്സിൽ ഇരിക്കുക. ഇദ്ദേഹം എന്നതായി ചെയ്യുന്നെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടിയില്ല. ഞാൻ ആകെപ്പാടെ പ്രഖ്യാപനം കഴിഞ്ഞ് എൻ്റെ പോക്കറ്റിൽ തപ്പിയപ്പോൾ 2000 രൂപയുണ്ട്, 2000 രൂപ നോട്ട്. പിറ്റേ ദിവസം രാവിലെ കാപ്പ് കുടിക്കാൻ കാശില്ല, ചില്ലറയില്ലെന്ന്. എന്ത് ചെയ്യും? തമാശ പറയല്ല, ഈ 1000 രൂപ കാണിച്ച കാപ്പി കിട്ടുമോ? ഒടുവിൽ പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ സ്നേഹിതന്മാർ, സഖാക്കൾ, സുഹൃത്തുക്കളെല്ലാം കൂടെ വന്നോടെ നിവേദനം കൊടുക്കാൻ അവരോട് ഞാൻ 100 രൂപ മേടിച്ചു. 100 രൂപ നോട്ട്. അതുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞു കൂടിയത്. എൻ്റെ ശമ്പളം കിട്ടിയത് നമ്മുടെ മാട്ടി കൊണ്ട് ഈ ബാങ്കിൽ, അവിടെ ബാങ്കിലിട്ട് ഇത് കൊണ്ടു നടക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും അത് അവിടെ കിടപ്പാണ്. എന്ത് ചെയ്യാനാ? ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പരിഷ്കാരം കൊണ്ട് മണിയാസാന് വരെ സ്വകാര്യ സ്വത്തുണ്ടായി. ഇവര് പറയുന്നവര് ചുമ്മാതൊന്നും ഇത് കാര്യം നടക്കില്ല. ഇപ്പൊ എന്നാ കറൻസി രഹിതമായ സമൂഹം, അത് എന്തോ എനിക്കറിയില്ല. മാങ്ങായാണോ തേങ്ങയാണോ എന്ന് പോലും ഈ നാട്ടിലെ ആളുകൾക്ക് അറിയാൻ മേല. പ്രധാനമന്ത്രി പറയുക കറൻസി രഹിതമായ സമൂഹം. എന്ത് വളർന്നതാണ് ഈ സമൂഹം എന്നുള്ള കാര്യമുണ്ടല്ലോ. ഇതിപ്പുറം ഒരുമാതിരി വാചകമടിക്ക് തട്ടിപ്പ് നടത്തുക തോന്നുന്ന പോലെയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ. ആദരവോടുകൂടി ഇത്രയും ഒരു തുക്കളത്ത് പരിഷ്കാരം ഇദ്ദേഹമല്ലാതെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തൊരു നാണംകേടാണ് നിങ്ങളൊന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയോട് മാത്രമല്ല, രാഷ്ട്രപതിയോടാണെങ്കിലും പറയാനുള്ളത് ആശാൻ പറഞ്ഞിരിക്കും. ആദരവ് ഒട്ടും കുറയാതെ തന്നെ. ഇപ്പോ നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹം ഈ ഇന്നലെ MP-മാരെ നിങ്ങളുടെ ജോലി ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അവരവരുടെ ജോലി ചെയ്യണം, അദ്ദേഹം പറഞ്ഞ ശരി. എന്നാൽ അദ്ദേഹം ഈ രോഷം കൊണ്ടപ്പം ബഹുമാന്യനായ രാഷ്ട്രപതി മോഡിയെ വിളിച്ച് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ ഒരു പ്രതികരണം അദ്ദേഹം നടത്തണ്ടേ? നിർഭാഗ്യകരം എന്നാണ് എനിക്ക് തോന്നിയത്. ഇതേപ്പറ്റിയൊന്നും ആരും പ്രതികരിച്ചു കാണുന്നില്ല. ഏതായാലും ഞാൻ പ്രതികരിക്കുക, അത് തീരെ ശരിയായില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതെങ്ങനെ ശരിയാവുന്നേ? MP-മാര് പ്രതിഷേധിക്കുന്ന എന്തുകൊണ്ടാ? ചുമ്മാതാ? MP-മാർക്ക്, പാർലമെന്റ് മെമ്പർമാർക്ക് തലയ്ക്ക് വെളിവില്ല. ഞാൻ വേറെ എന്ത് വഴി, എന്താ മാർഗം? ബഹുമാന്യനായ രാഷ്ട്രപതി ഈ കാര്യത്തിൽ മോഡിയെ വിളിച്ചു വരുത്തി ഈ ശരിക്കുന്നത് ശരിയല്ലെന്ന് പറയാമല്ലോ. ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ ചുമതലയൊക്കെ എനിക്ക് ബോധമുണ്ട്. ഇത് പറയാമല്ലോ, വിളിച്ചു വരുത്തി സംസാരിക്കാമല്ലോ. അതൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോ ഫലത്തിൽ മോഡി ചെയ്ത പണി നടപ്പിലാക്കണം എന്നാണ് നമ്മുടെ ആദരണീയനായ രാഷ്ട്രപതി നടത്തിയ പ്രതികരണത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല.
പക്ഷേ മണിയാശാന് കിട്ടുന്ന സംരക്ഷണം എല്ലാവർക്കും കിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. അദ്ദേഹം രാഷ്ട്രപതിയാണെന്നും സർവാദരണീയനാണെന്നും അദ്ദേഹം ജനാധിപത്യവാദിയാണെന്നും ഒക്കെയുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കവുമില്ല. എനിക്ക് ആ നിലയിൽ അദ്ദേഹത്തോട് ആദരവുണ്ട്. പക്ഷേ ഈ ഒരു പണി തീരെ ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു പൗരൻ എന്ന നിലയിൽ കൂട്ടിയാൽ മതി. മന്ത്രി എന്നുള്ളതൊക്കെ അങ്ങ് വിട്. ഒരു ഇന്ത്യൻ പൗരൻ, ജനാധിപത്യ ബോധമുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ ചിന്ത എന്നാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്. മണിയാശാൻ ഇങ്ങനെയെല്ലാം പറയാൻ കൃത്യമായ കാരണമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചുറപ്പിച്ച് പറയുകയാണ്, അല്ലാതെ മൈക്ക് കണ്ടപ്പോൾ പറഞ്ഞു പോകുന്നതല്ല. ഈ പറയുന്ന പോലെ ഇതൊന്നും ശരിയാവില്ല. നോട്ടീസ് അടിക്കുന്ന പോലെയാ. വർഗീസൊക്കെ ഇവിടെ നോട്ടീസ് അടിക്കുന്ന പോലെയാ. നോട്ടടി അങ്ങോട്ട് അടിച്ചിങ്ങ് ഇറക്കിയാൽ പോരെ. ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസ്സുകളും ഒരു ദിവസം 3 ട്രെയിൻ വെച്ച് അടിച്ച 6 മാസം അടിച്ചാലും നമുക്ക് ആവശ്യമായ നോട്ടില്ല. അതല്ലേ സത്യം? പിന്നെ അടിച്ചിറക്കിയ നോട്ടിന്റെ കാര്യം, അത് ആശാനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. പുതിയ നോട്ടിന്റെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല. നോട്ടിനെ കൂടുതൽ അപമാനിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. വെള്ളക്കാരന്മാരെ കൊണ്ട് കക്കൂസിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെ ഈ അതാണ് നിങ്ങൾ നോക്ക് നോട്ടിന്റെ സ്ഥിതി. അത് പോട്ടെ, നമ്മൾ സഹിക്കുകയല്ല, വേറെ വഴിയില്ലല്ലോ. മോദി ആശാന്റെ പരിഷ്കാരം സഹിക്കണോ മണിയാശാന്റെ വ്യാഖ്യാനം സഹിക്കണോ എന്ന് പിടിയില്ലാത്തതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ മറുപക്ഷത്തെ പരിവർത്തനങ്ങൾ കാണാം. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണമില്ലാതായത് ഒരു കണക്കിന് നോക്കിയാൽ കോൺഗ്രസിന് നന്നായി. അതുകൊണ്ട് ആ പാർട്ടി ഒരു സമര സംഘടനയായി മാറാൻ പോവുകയാണ്. ഓരോ ജില്ലയിലും കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സമരവീരരെ തെരഞ്ഞുപിടിച്ച് ആ ജില്ലയുടെ നായകസ്ഥാനത്തിരുത്തി. ഇതൊരു പരീക്ഷണമാണ്. ഇത് പാർട്ടിക്ക് ചില കണക്കൂട്ടലുകൾ ഉണ്ടാവും. പല പരീക്ഷണവും ഇതിനു മുമ്പ് പാർട്ടി നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ പരീക്ഷണം പാർട്ടി നടത്തുകയാണ്. ഞങ്ങളുടെയൊക്കെ അമ്മയാണ് സരിത ചേച്ചി. ശരിക്കും ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന്, ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ, ഞാൻ പറഞ്ഞ 87 തൊട്ട് എനിക്ക് ആത്മബന്ധമുള്ള ഒരു കോൺഗ്രസ് വനിത ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ DCC അധ്യക്ഷ ആയതുകൊണ്ടല്ല, അതിനു മുമ്പ് ഏറെ ഇഷ്ടപ്പെടുന്ന, ഓരോ സന്ദർഭത്തിലും ഉപദേശങ്ങൾ തരും. ഇപ്പോഴും നിർദ്ദേശങ്ങൾ അനുഭവത്തിലൂടെയാണ് ആ ഉപദേശങ്ങൾ തരുന്നത്. നല്ല രീതിയിൽ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോയാൽ നല്ല വിജയം ഉണ്ടാകുമെന്നാണ് അമ്മ ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ളത്. DCC അധ്യക്ഷയായിരുന്നപ്പോൾ ഒരു അവസരവും ഇല്ലാതെ ഈ ജില്ലയിലെ കോൺഗ്രസിനെ അമ്മയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതേ പാത പിന്തുടരാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ശ്രീമതി സരസ്വതി കുഞ്ഞികൃഷ്ണൻ DCC പ്രസിഡന്റായിരുന്ന കാലഘട്ടം ഏതായിരുന്നു എന്നുകൂടി ഓർക്കണം. 1982 മുതൽ 84 വരെയാണ് സരസ്വതി കുഞ്ഞികൃഷ്ണൻ കൊല്ലം DCC പ്രസിഡന്റായിരുന്നത്. അതിനുശേഷം ആ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ, അത് മറക്കരുത്. വെല്ലുവിളികളെ അവസരങ്ങളാക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ പൊതുവേ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഞാനൊക്കെ കൊല്ലം SN കോളേജിൽ SFIയുടെ ഉരുക്കുകോട്ടയിൽ ആ SFIയുടെ ഫാസിസ്റ്റ് ശൈലിക്കെതിരായി പൊരുതി വന്ന ഒരാളെന്ന നിലയിൽ കൊല്ലത്തെ കോൺഗ്രസ്സുകാരുടെയും മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ആ വെല്ലുവിളി അതിജീവിക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടുകൂടിയാണ് ഈ പദം ഏറ്റെടുക്കുന്നത്. മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണ, അക്കാര്യത്തിൽ പേടി വേണ്ട, അത് ഉറപ്പാണല്ലോ. പേടിക്കേണ്ടത് പാർട്ടിയിലുള്ളവരുടെ പിന്തുണ കിട്ടുമോ എന്ന കാര്യത്തിലാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ എല്ലാവരും അസംതൃപ്തരായി നിൽക്കെ അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഒരുവിധം എന്തായാലും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റത്തില്ല. കാരണം 14 സ്ഥാനമേ ഉള്ളൂ. അതിലേക്ക്
യോഗ്യരായ ഒരുപാട് ആളുകൾ ഉള്ളതാണ്. അപ്പോൾ 14 പേർക്ക് മാത്രം അംഗീകാരം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒഴിച്ചു നിർത്തിയാൽ പരമാവധി എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഈ 14 പേരെയും പാർട്ടിക്ക് നിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ് മതി എന്ന കാര്യം ആദ്യമേ തീരുമാനിച്ചതിനാൽ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ പ്രസിഡന്റായി. അതിരിക്കട്ടെ, ആ ജില്ലയിൽ ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്നറിയുമോ? ചില സ്ഥലങ്ങളിൽ 20% ബൂത്ത് കമ്മിറ്റി നിഷ്ക്രിയമാണ്, ചില സ്ഥലങ്ങളിൽ 40%, ചില സ്ഥലങ്ങളിൽ 50%. ആകെ മൊത്തം ആ ജില്ലയിൽ പാർട്ടി കമ്മിറ്റികൾ 110% നിശ്ചലമാണ് എന്നർത്ഥം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ സ്ഥിതിയോ? ഞാനിപ്പോഴും ആലോചിക്കുക, കൊല്ലം എസ് എൻ വനിതാ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വരുമ്പോൾ KSUവിൻ്റെ ഒരു ജില്ലാതല നേതൃയോഗത്തിനാണ് ഞാൻ ആദ്യമായി കൊല്ലം DCCയുടെ പടി ചവിട്ടുന്നത് 87. അന്ന് തൊട്ട് ഇന്ന് വരെ കൊല്ലത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അടുത്തുനിന്നും അകലെ നിന്നും കാണാൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ കർമ്മം ചെയ്യുക എന്ന ഏക കാര്യത്തിൽ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. വലിയൊരു കർമ്മം അവിടെ ചെയ്യാനുണ്ടാവും. ആ കർമ്മം അവിടെ കാത്തിരിപ്പുണ്ട്. എന്തെന്നല്ലേ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ട് വേണം. ഇപ്പോഴുള്ളത് പെയിന്റിന്റെ ബലത്തിൽ നിൽക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്, ഈ കോൺഗ്രസ് ഓഫീസ്, ഇത് മുമ്പ് ശ്രീ CM സ്റ്റീവനും അദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ തറക്കല്ലിടുകയും ശ്രീ R ശങ്കർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ബിൽഡിംഗ് ആയിരുന്നു. 10-60 വർഷത്തെ പഴക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു. ഈ ബിൽഡിങ്ങിന് അതിൻ്റെ പഴക്കം കൊണ്ട് ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആയിട്ടാണ് ഇത് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ മേൽക്കൂരയെല്ലാം തകർന്ന് എല്ലാം താഴേക്ക് ജീർണിച്ച അവസ്ഥയിൽ താഴേക്ക് പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. പാർട്ടിയുടെ അതേ അവസ്ഥയിലായി എന്ന് ചുരുക്കം. ഇത് പുതുക്കി പണിയണമെന്നുള്ള ഒരു ആഗ്രഹം പലപ്പോഴും പ്രവർത്തകരുടെ നിന്നും നേതാക്കളുടെ നിന്നും വന്നിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ പ്രസിഡൻ്റായി വന്നതിന് ശേഷം ഈ ആവശ്യം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജീർണാവസ്ഥയിലായിരുന്ന ഈ പാർട്ടി ഓഫീസ്, ഏത് സമയത്തും കൂപ്പുകുത്താവുന്ന അവസ്ഥയിലായിരുന്ന ഈ പാർട്ടി ഓഫീസിനെ അടിമുടി മാറ്റി ഇതിനെ പൂർണ്ണമായും നവീകരിച്ചിരിക്കുകയാണ്. ആ വകയിലൊരു ഉദ്ഘാടനം, നവീകരിച്ച ഓഫീസിൻ്റെ പാലുകാച്ചൽ, അതുകൂടി കഴിഞ്ഞിട്ടേ കൊടിക്കുന്നിൽ സുരേഷ് പടിയിറങ്ങുന്നുള്ളൂ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക പ്രസിഡന്റ് എന്ന നിലയിൽ ഔദ്യോഗികമായി വിടവാങ്ങും. അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും സഹായത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി വിടവാങ്ങും. അന്ന് തന്നെ വൈകുന്നേരം, അത് രാവിലെ 11 മണിക്ക് അന്ന് തന്നെ 2 മണിക്ക് ഞങ്ങൾ സഹകാരികളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. മീൻസ് നമ്മുടെ ഈ ഓഫീസിൻ്റെ നവീകരണത്തിൽ നമ്മളെ സഹായിച്ചിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഹകാരികളാണ്. അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. സഹകാരികൾ അവരുടെ എല്ലാവരും കൂടി ആണ് ഒരു ഫണ്ട് കളക്ട് ചെയ്ത് തന്നത്. അപ്പോൾ 2 മണിക്ക് അവരോട് ഈ ഓഫീസിന് സഹായിച്ചതിന് നന്ദി പറയുന്നതിന് വേണ്ടി 2 മണിക്ക് അവരെ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 4 മണിക്ക് KPC പ്രസിഡന്റ് ഔദ്യോഗികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. സഹകാരികൾ എന്നാൽ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. കാര്യം മനസ്സിലായില്ലേ? കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണമില്ലെങ്കിലും ഒരു പാർട്ടി കൊണ്ടു നടക്കാനുള്ള വകയെല്ലാം സഹകരണ രംഗത്ത് നിന്ന് കോൺഗ്രസിന് കിട്ടുന്നുണ്ട്. 14 ജില്ലാ സഹകരണ ബാങ്കുകൾ, 13 ജില്ലാ സഹകരണ ബാങ്കുകൾ ഇപ്പോഴും UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ്. സംസ്ഥാന സഹകരണ ബാങ്ക് ഉൾപ്പെടെ അപ്പെക്സ് സ്ഥാപനങ്ങൾ ഏറെക്കുറയില്ല കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതികളാണ്. അതിനുശേഷമാണ് എന്നെ KPC ട്രഷററായി നിയമിക്കുന്നത്. തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്ന കരകുളം കൃഷ്ണപിള്ളയാണിത്. കോൺഗ്രസിൻ്റെ സഹകരണ വിഭാഗത്തിൻ്റെ ചുമതലയും ഇദ്ദേഹത്തിനായിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് സഹകരണ സംരക്ഷണത്തിന് വേണ്ടി CPMനോട് ചേർന്ന് നിന്ന് സമരം ചെയ്തത് എന്ന് മനസ്സിലായല്ലോ. ഇനിയൊരു ഇടവേളയാണ്. അതു കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണയെ കാത്തു നിൽക്കുന്ന ഭാരം കാണാം. കൊല്ലം ജില്ലയിൽ പ്രസിഡന്റായി വരുന്ന ബിന്ദു കൃഷ്ണ പാർട്ടി മാത്രം കെട്ടിപ്പടുത്താൽ മതിയാവില്ല, പാർട്ടിയുടെ ഓഫീസ് തന്നെ കെട്ടിപ്പടുക്കേണ്ടി വരും. CM സ്റ്റീവൻ, R ശങ്കർ സ്മാരക ഒരു കോൺഗ്രസ് ഭവൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിയായി നിൽക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചറായി ഇനി ബാക്കിയുള്ള പണികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിലോട്ട് ഞങ്ങൾ ചെയ്യാതിരുന്നത്, അത്
ഒരു ഫുൾ ടൈം പ്രസിഡന്റ് വരുമ്പോൾ അതിൻ്റെ പണികൾ പൂർത്തിയാക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ, കാരണം നമ്മൾ താൽക്കാലികമാണ്, ഞാൻ താൽക്കാലികമായ പ്രസിഡന്റാണ്. അതുകൊണ്ട് താൽക്കാലികമായ പ്രസിഡന്റ് എന്ന നിലയിൽ തൽക്കാലം ഈ പഴയ കെട്ടിടം ഒന്ന് അതിൻ്റെ ജീർണാവസ്ഥ മാറ്റിയെടുക്കുക. പണി ഭാഗികമായി പൂർത്തീകരിച്ചിരിക്കുന്ന CM സ്റ്റീവൻ ആർ ശങ്കർ മെമ്മോറിയൽ കെട്ടിടം ഫുൾ ടൈം പ്രസിഡന്റ് വരുമ്പോൾ അതിൻ്റെ പണികൾ, ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കട്ടെ എന്ന് തീരുമാനിച്ചാണ് അത് ഞങ്ങൾ മാറ്റിവെച്ചത്. ആകപ്പാടെ സഹായം വരാനുള്ളത് സഹകാരികളിൽ നിന്നാണ്. അത് താൽക്കാലിക പ്രസിഡന്റിന്റെ പ്രൗഢി കാണിക്കാനായി വാങ്ങിയെടുത്തു. സ്ഥിരം പ്രസിഡന്റ് അല്ലാത്തത് കൊണ്ടാവാം സഹഭാരവാഹികൾ നന്നായി സഹകരിക്കുകയും ചെയ്തു. ഈ ജില്ലയിൽ ഞങ്ങൾ 72 പ്രസിഡന്റ് ഉൾപ്പെടെ 72 ഭാരവാഹികളുണ്ടായിരുന്നു. പല വിഭാഗങ്ങളുടെയും ആളുകളായിട്ടാണ് ഈ ഭാരവാഹികൾ വന്നത്. പലപ്പോഴും ആക്ഷേപിക്കാറുണ്ട് ഇതൊരു ജംബോ കമ്മിറ്റിയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 72 പേരും പലതരത്തിൽ, ഞാനിവിടെ DC പ്രസിഡന്റായി വരുന്നതിന് മുമ്പ് പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തതിന് ശേഷം എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി, എല്ലാവർക്കും തുല്യ പരിഗണന നൽകി, എല്ലാ ഭാരവാഹികളും സംതൃപ്തരായി. ആരെങ്കിലും തഴഞ്ഞെന്നോ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലോ വിഭാഗീയ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഭാരവാഹിയുടെ അനുമതി കാണിച്ചെന്നോ ആർക്കും പരാതിയില്ല. ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഞങ്ങൾ ഒരു ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച അടിസ്ഥാനത്തിൽ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു യൂണിറ്റി നമ്മുടെ ജില്ലയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരാൻ കഴിയും. അതുമാത്രം പോരാ എന്നാണ് പൊളിമിക്സിന് പറയാനുള്ളത്. ഒഴിയുമ്പോൾ ഇതാ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ഒഴിയുന്നത് പോലെ ഇങ്ങനെ ഒഴിയണം. ഞാൻ ചുമതലയേറ്റ അന്ന് മുതൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെയുള്ള 9/2/2016 വരെയുള്ള വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാൻ ട്രഷറി. ആദ്യമായി നമ്മുടെ ഫണ്ടിലേക്ക് തുക വന്നതാണ്. ആരോഗ്യനിധിയിൽ നിന്നും നിധിയിലെ 30/4/2015 മുന്നൊരുപ്പ് 27,484 രൂപ. ആരോഗ്യനിധിയിലെ പലിശയിൽ നിന്നും 4,99,124 രൂപ. നിക്ഷേപവും പലിശയും മാത്രമല്ല കേട്ടോ, ലെവിയും പിരിക്കുന്നുണ്ട് കോൺഗ്രസ്. ലെവി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തെ വീക്ഷണം ഫണ്ടും ലെവിയും 11,25,833 രൂപ. ജനറൽ അക്കൗണ്ടിലെ മുൻനിരപ്പ് 6,51,772 രൂപ. യാത്രാ അക്കൗണ്ടിലെ മുൻനിരപ്പ് 4,68,388 രൂപ. യാത്രകൾ നടത്തിയ വരവ് 1,56,5,946 രൂപ. യാത്രാ അക്കൗണ്ടിലെ പലിശ 6,68,336 രൂപ. ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നുള്ള വരവ് 3,04,115 രൂപ. ഇത്രയും വരവാണ്. ആകെ 2,67,96,538 രൂപയുടെ വരവാണ് ഈ 20 മാസമായിട്ടുള്ളത്. 2,67,00,000 ചില്ലാനം രൂപ വരവ് 20 മാസം കൊണ്ട്. തരക്കടില്ലല്ലോ കോൺഗ്രസിന്റെ കച്ചവടം. ഇനി വരവോ? ജനസന്ദേശ യാത്രയിൽ മണ്ഡല വിഹിതം നൽകിയത് 20,98,000 രൂപ. ഇന്നോവ കാർ വാങ്ങിയത് പഴയതിന് 5,30,000 രൂപ റീപ്ലേസ് ചെയ്തപ്പോൾ ലഭിച്ചു. കൂടാതെ 10,82,466 രൂപ. ജനസന്ദേശ യാത്ര സ്ഥിര നിക്ഷേപം 90 ലക്ഷം രൂപ. സർവീസ് ടാക്സ് ഇനത്തിൽ നൽകിയത് 1,93,500 രൂപ. ജനസന്ദേശ യാത്ര സമ്മേളന ചിലവ് 2,06,000 രൂപ. DCC ഭാരവാഹികൾക്ക് ഓണം അലവൻസ് നൽകിയത് 5,30,000 രൂപ. 2015 വിദ്യാനിധി അവാർഡും ചിലവും 2,03,500 രൂപ. 2016 വിദ്യാനിധി അവാർഡും ചിലവും 4,82,400 രൂപ. ബൈ ഇലക്ഷന് വട്ടിയൂർക്കാവും പാപ്പനംകോട് നൽകിയത് 1 ലക്ഷം രൂപ. ചെന്നൈ ദുരിതാശ്വാസത്തിന് വേണ്ടി നൽകിയത് 1 ലക്ഷം രൂപ. ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് ഓണം അലവൻസ് നൽകിയത് 1,35,000 രൂപ.
പോഷക സംഘടനകൾക്ക് സംഭാവന നൽകിയത് 46,000 രൂപ. ബാങ്ക് എക്സ്പെൻസ് 33,284 രൂപ. അങ്ങനെ 2,58,37,301 രൂപയുടെ ചിലവാണ്. ബാക്കി 9,59,237 രൂപയുടെ ബാക്കിയാണുള്ളത്. ആകെ മൊത്തം നോക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നഷ്ടമില്ലാതെ കൊണ്ടുപോയി എന്നത് മാത്രമല്ല കരകുളത്തിൻ്റെ ഗുണം. ഞാൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. പക്ഷേ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് KSU സമരങ്ങളിൽ DCCയുടെ പ്രസിഡന്റ് ആ സമരങ്ങളിൽ വന്നു നിന്ന് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം അന്നൊന്നും ഞാൻ KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഒരു DCC പ്രസിഡന്റുമാരും അത്രത്തോളം ഒന്നൊരു വ്യഗ്രത കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ലാത്തി ചാർജ് നടക്കുമ്പോൾ പോലും ആ കുട്ടികളെ പോലീസിന്റെ കരാളകഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അദ്ദേഹം എടുക്കുന്ന ഒരു വ്യഗ്രത, അദ്ദേഹം അങ്ങ് ഇടപെട്ടുകൊണ്ട് എടുക്കുന്ന വ്യഗ്രത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും നിയുക്ത പ്രസിഡന്റും ആ സമരമുഖത്തുണ്ടായിരുന്നേ. ഇപ്പൊ പുതുതായി ചാർജ് എടുക്കപ്പെട്ട നമ്മുടെ നെയ്യാറ്റിൻകര സ്ഥലം അവർ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം ഇങ്ങനെ ഒന്ന് പതുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ പുലി പതുങ്ങുന്നത് പോലെ DCC പ്രസിഡന്റ് ആവാനുള്ള ഒരു പതുങ്ങലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാലും അദ്ദേഹവും DCC പ്രസിഡന്റ് ആകുമ്പോൾ ഒരു നല്ല നിലയിലേക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പോലീസിന്റെ ലാത്തിയും ഗ്രനേഡും വരുമ്പോൾ പതുങ്ങിയിരിക്കുന്ന DCC പ്രസിഡന്റ് തലസ്ഥാന ജില്ലയിലെ സമര സംഘടനയെ നയിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കാം. തൽക്കാലം വിട. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.